എപ്പിസോഡ് അവസാനിച്ചത് ബോന്തിതനെ കല്യാണം കഴിക്കാൻ പോണ ആള് ഒരു മഞ്ഞളായിട്ട് വരുന്നതാണ്. ആളൊരു വയസ്സായ ആളാണ്, നല്ല പ്രായമുള്ള ഒരാളാണ് ബോന്തിതനെ കല്യാണം കഴിക്കാൻ പോണത്. ആള് ബോന്തിതയുടെ മാമയ്ക്ക് പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ പൈസക്ക് വേണ്ടിയാണ് ആ മാമ ഈ വയസ്സായ ആൾക്ക് ബോന്തിതനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അവളുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ എത്തിയപ്പോൾ അവളുടെ പെണ്ണ് കാണാൻ ഉള്ള ചെക്കനൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് അവർ ചോദിക്കും ഇത് ആരാന്ന് ചോദിക്കുമ്പോൾ സൗദാമിനിയുടെ അച്ഛൻ പറയും ഇത് ഞങ്ങളുടെ അയൽവാസിയാണ്, ബിനോയുടെ മോനാണെന്നൊക്കെ പറയും. അനിരുദ്ധിനെ കണ്ടപ്പോൾ സൗദാമിനിയുടെ അച്ഛൻ ചിരിക്കും. കാരണം ഈ സൗദാമിനീനെ അവനെ കൊണ്ട് ഇഷ്ടമെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു നാടകം കളിക്കുന്നത്. ഈ പെണ്ണ് കാണാൻ ആ ചെക്കനെ കൊടുന്നതൊക്കെ ഇവനെ കൊണ്ട് അവളെ ഇഷ്ടമെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അനിരുദ്ധിനോട് എന്തിനാ വന്നതെന്ന് സൗദാമിനിയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ അനിരുദ്ധ് പറയും ഞാൻ ബുക്ക് എടുക്കാൻ വന്നതാ. എന്നിട്ട് ദേഷ്യം പിടിച്ചിട്ട് അവൻ റൂമിലേക്ക് പോട്ടാ. റൂമിലേക്ക് പോകുമ്പോൾ പിന്നാലെ സൗദാമിനിയും പോകും. സൗദാമിനി ഒറ്റക്കെന്ന് പറയാണ് അനിരുദ്ധ് നീ എന്നോട് ഇഷ്ടമെന്ന് പറ, അപ്പം ഞാൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് അങ്ങനെ തന്നെ നിന്നിങ്ങനെ പറയണം. പിന്നെ കാണിക്കുന്നത് സമ്പൂർണ്ണനെയും ബോന്തിതേനെയാണ്. അവരിനെ ഇങ്ങനെയൊക്കെ മഞ്ഞൾ തേക്കാൻ വേണ്ടി ഇരുത്തിയേക്കാണ്. അങ്ങനെ ബോന്തിതയാണെങ്കിൽ വളരെ വിഷമിച്ചിട്ടിരിക്കുകയാണ്. അവൾ എഴുതിയ ലെറ്ററിൻ്റെ മറുപടി അവൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ സമ്പൂർണ്ണ അവളോട് പറയുന്നുണ്ട് പോസ്റ്റ്മാനെ ആ ലെറ്റർ കിട്ടിയിട്ടുണ്ടാവും, ആള് അതായിട്ട് ഇപ്പോൾ വരും, നീ സങ്കടപ്പെടാണ്ടിരിക്കുന്നൊക്കെ സമ്പൂർണ്ണ അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴും ബോന്തിത പറയുന്നത് അനിരുദ്ധ് അവൾക്ക് എഴുതിയ ലെറ്റർ ആവും. അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ അനിരുദ്ധ എഴുതിയിരിക്കുകയാണ് നിൻ്റെ ലെറ്റർ നിന്നെ കല്യാണം കഴിക്കാൻ പോണ ആൾക്ക് കിട്ടിയിട്ടില്ല, ഇത് കിട്ടിയത് എനിക്കാണ്, ഞാനൊരു വക്കീലാണ്, നീ ഒരിക്കലും നിൻ്റെ ധൈര്യം കൈവിടരുത്, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാനുണ്ടാവും, ന്യായത്തിന് വേണ്ടിയിട്ട് നീ ശബ്ദം ഉയർത്തി തന്നെ വേണം, നീ ഒരിക്കലും മിണ്ടാണ്ട് നിൽക്കരുത്, കല്യാണത്തിന് ശേഷം നിൻ്റെ അമ്മേനെ നിൻ്റെ ഒപ്പം കൊണ്ടുപോകാം, അതിന് വേണ്ടി ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം, അതുകൊണ്ട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അവനിങ്ങനെ അഡ്രസ്സൊക്കെ അതിൽ എഴുതി കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് ആ കത്തിൽ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ഇത് വായിക്കുന്നത് മാമയാണ്. ആദ്യത്തെ മാമയോട് ചോദിക്കും മാമ ഞാൻ പറഞ്ഞ 2 നിബന്ധനകൾ ആൾ അനുസരിച്ചോ, എന്താണ് ആളുടെ മറുപടി എന്ന് മാമയോട് ചോദിക്കുമ്പോൾ മാമ പറയും ആളെല്ലാം അനുസരിച്ചു എന്ന് പറയുമ്പോൾ ബോന്തിതയ്ക്ക് നല്ല സന്തോഷമുണ്ട്. അവൾക്കറിയില്ല മാമ ഇതൊക്കെ തന്നെ പറ്റിക്കാണ് നോണ പറയാന്ന് അവൾക്ക് അറിയുന്നുണ്ടാവില്ല. ഇതാണെങ്കിൽ സന്തോഷം കൊണ്ട് മാമിയുടെ കയ്യിൽ നിന്ന് ആ രസഗുളയുടെ കവർ മേടിച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ രസഗുള കഴിക്കുന്നുണ്ട്. എന്നിട്ട് പറയാം അവൾ മഞ്ഞൾ തേക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് അനിരുദ്ധിനെയാണ്. അവനിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഞാൻ ലെറ്ററും രസഗുളൊക്കെ ആ പെണ്ണിന് അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, ഇനി എപ്പോഴാണ് ആ മറുപടി കിട്ടുകയെന്ന് അവനിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടുത്തെ വേലക്കാരൻ ബിഹാരി വരുന്നത്. ബിഹാരിയുടെ പുറത്ത് ബട്ടൂക്കില്ലേ അനിരുദ്ധിൻ്റെ അവനും ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ ബട്ടൂക്ക് അനിരുദ്ധിനോട് ചോദിക്കുകയാണ് ചേട്ടൻ ആരനെ ഈ ചിന്തിച്ച് നിൽക്കണ, ആർക്ക് വേണ്ടിയിട്ട് ഈ കാത്തിരിക്കണ, സൗദാമിനി ഏട്ടത്തിക്ക് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കും. അപ്പോൾ അനിരുദ്ധ് മറുപടി പറയാണ് അല്ല, ഞാൻ ആ ലെറ്റർ അയച്ച പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പോൾ ബട്ടൂക്ക് അവനോട് ചോദിക്കും അപ്പോൾ ഏട്ടനെ ആ പെൺകുട്ടീനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്തായാലും നടക്കൊന്നുമില്ല, സൗദാമിനിയാണ് ഇവിടുത്തെ മരുമോളെന്ന് അച്ഛനും പറഞ്ഞിട്ടുണ്ടെന്ന് ബട്ടൂക്ക് ഇങ്ങനെ അനിരുദ്ധിനോട് പറയാണ്. അപ്പോൾ അനിരുദ്ധ് പറയാണ് ഏതായാലും ആ ലെറ്റർ അയച്ച പെൺകുട്ടീനെ എനിക്ക് ആവശ്യമാണ്, കാരണം സ്ത്രീകൾക്ക് നടക്കണ അന്യായത്തിനെ കുറിച്ച് സ്ത്രീകൾ എന്നെ പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടാൽ മാത്രമേ എനിക്ക് ഇതിൽ വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ പെൺകുട്ടി എൻ്റെ ഒപ്പം സഹായിക്കാനുണ്ടെങ്കിൽ എനിക്കത് വലിയ ഉപകാരമാണെന്ന് അവനിങ്ങനെ പറയും. അപ്പോൾ ബട്ടൂക്ക് ഇങ്ങനെ തമാശയിൽ പറയും എന്നാൽ നമുക്കൊപ്പം പോവാന്ന് പറഞ്ഞിട്ട് ബിഹാരിയുടെ പുറത്ത് ഇങ്ങനെ ആന കളിക്കണ പോലെ ഇങ്ങനെ ഇരിക്കട്ടെ. അവളിങ്ങനെ കല്യാണം കഴിച്ച് പോവുമല്ലോ അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് കിടക്കുകയാണ്. പിന്നെയും അനിരുദ്ധിനെ കാണിക്കുന്നുണ്ട്. അവനിങ്ങനെ ബുക്കുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഓരോ ബുക്കും ഇങ്ങനെ എടുത്തിട്ട് പറയുന്നുണ്ട് ഇതിലൊക്കെ എന്താ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടണ കാര്യം പറയുന്നുണ്ട്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനെ പറ്റിയിട്ടൊന്നും ഒരു ബുക്ക് പോലും എന്താ ഇവിടെ ഇറക്കാത്തത് അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ അവൻ്റെ അച്ഛൻ ബിനോയ് ആ റൂമിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് സൗദാമിനിയുടെ അച്ഛനോട് സംസാരിക്കാൻ പോവുകയാണ്, നാളെ സൗദാമിനീനെ അനിരുദ്ധിന് വേണ്ടി കല്യാണം കഴിക്കാനെന്നൊക്കെ അനിരുദ്ധിനോട് ഇങ്ങനെ സമ്മതം ചോദിക്കുമ്പോൾ അനിരുദ്ധ് ഇങ്ങനെ നാണിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അനിരുദ്ധ് പറയുകയാണ് അപ്പോൾ എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ വലിയവർ തമ്മിൽ തീരുമാനിക്കാനെക്കാട്ടി മുമ്പേ എനിക്ക് അവളിനെ ഇഷ്ടമാണെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടില്ലല്ലോ, എനിക്ക് അവളോട് പറയണം. അപ്പോൾ അച്ഛൻ അതിന് സമ്മതിക്കുകയാണ്. അച്ഛൻ പറയാണ് എന്നാൽ നീ പറയുകയൊക്കെ ചെയ്തോ, പക്ഷെ അത് വേഗത്തിലാവണം എന്ന് പറയുമ്പോൾ അവൻ പറയും ഞാൻ നാളെ തന്നെ സൗദാമിനോട് എല്ലാം പറയാൻ പോവാന്നൊക്കെ പറയും. എന്നിട്ട് അവൻ ഇങ്ങനെ നാണിച്ച് ഇരിക്കുന്നുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ അച്ഛൻ്റെ ഇരട്ട സഹോദരനില്ലേ ത്രിലോചൻ, അവള് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയാൽ ആരാ വൃത്തിയാക്കുക, ഭർത്താവ് വൃത്തിയാക്കുമെന്നോ
അമ്മി ചോദിക്കുമ്പോൾ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഉള്ള എപ്പിസോഡുകൾ ആരും മിസ്സാക്കരുത്. കല്യാണത്തിൻ്റെ എപ്പിസോഡൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.